My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 269 എപ്പിസോഡിൽ ഇസ്ക്രസ് എന്ന അധ്യായത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയുമായ ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് എസ്കുലസിനെ തനിമയുള്ളതാക്കുന്ന ചില പർട്ടിക്കുലർ സിംറ്റംസ്, അതിൻ്റെ ഹെമറോയിഡ്സ്, സവിശേഷമായ ഹെമറോയിഡ്സ്, വാദവും ഹെമറോയിഡ്സുമായിട്ടുള്ള ബന്ധം, തലവേദനയും ഹെമറോയിഡ്സുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ മറ്റ് അബ്ഡോമിനൽ സിംറ്റംസ്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലേഴ്സാണ് എൻ്റെ വിശദീകരിക്കുന്നത്. നമുക്കത് ശ്രമിക്കാം. ദ അബ്ഡോമിൻ ഈസ് ഫുൾ ഓഫ് ട്രബിൾ. ഇഫ് യു റീഡ് ദ സിംറ്റംസ് ഓഫ് ദ റൈറ്റ് hypochondrium of the abdomen and of the rectum, we shall see from the study of these that there must be a marked portal stasis. ഇസ്ക്രസ് പേഷ്യൻറ്റിൻ്റെ നെഞ്ചിൻ കൂടിന് താഴെയുള്ള ആ ഭാഗം, അതിൻ്റെ വലതുഭാഗം, അടിവയറ്, മലാശയം, ഈ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ രക്തചംക്രമണം കുറഞ്ഞിട്ട് രക്തമിങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലത്തെ ഒരു അനുഭവം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഡൈജഷൻ ഈസ് സ്ലോ, ദ ബവൽസ് ആർ കോൺസ്റ്റിപ്പേറ്റഡ് ആൻഡ് ദർ ഈസ് പ്രൊട്രൂഷൻ ഓഫ് ദ റെക്ടം വെൻ അറ്റ് സ്റ്റൂൾ. അപ്പോൾ ദഹനം പ്രക്രിയ സാവകാശമായി, രക്തചംക്രമണമില്ല, ദഹന പ്രക്രിയ സാവകാശമായി, മലബന്ധമായി, വയറ്റിൽ നിന്ന് പോയിരിക്കുമ്പോൾ റെക്ടം പുറത്തേക്ക് തള്ളി വരുന്നൊരവസ്ഥ. ഇറ്റ് ഹാസ് മോസ്റ്റ് ട്രബിൾസം ഹെമറോയിഡ്സ് വിത്ത് ഫുൾനെസ് ഓഫ് ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയം. വലതുവശത്ത്, ഈ നെഞ്ചിന് കീഴെ വലതുവശത്തെ ഭാഗത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു ഫീലിങ്, അതോടൊപ്പമുള്ള അതും കൂടി ചേർന്ന് വരുന്ന ഹെമറോയിഡ്സ്, അല്ലെങ്കിൽ ഹെമറോയിഡ്സും ഫുൾനെസ് ഓഫ് ദ റൈറ്റ് ഹൈപ്പോകോൺട്രിയം എന്നുള്ളതും ഇറ്റാലിക്സിലാണ്. മോസ്റ്റ് ട്രബിൾസം, വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥ, ഹെമറോയിഡ്സിൻ്റെ അവസ്ഥയും നെഞ്ചിൻ കൂടിന് താഴെ വലതു ഭാഗത്തുള്ള നിറഞ്ഞിരിക്കുന്ന അവസ്ഥയും. ദ ലിവർ ഈസ് ഫുൾ ഓഫ് സഫറിങ്. കരളിലും ആകെ പ്രശ്നമാണ്. ആഫ്റ്റർ ഈറ്റിംഗ് ദർ ഇസ് ഡിസ്ട്രസ് ഇൻ ദ ബവൽസ് ആൻഡ് റെക്ടം. അപ്പോൾ കരളിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ദഹനത്തെ ബാധിക്കുന്നു. ആഹാരം കഴിഞ്ഞ ശേഷം വയറും മലാശയത്തിലുമൊക്കെ വല്ലാത്ത പ്രയാസം. സ്റ്റിക്കിംഗ്, ജാഗിങ്, ബേണിംഗ് പെയിൻസ് ആസ് ദ റെക്ടം വെർ ഫുൾ ഓഫ് സ്റ്റിക്സ്. മലാശയത്തിൽ നിറയെ കമ്പുകൾ തറഞ്ഞിരിക്കുന്ന പോലെ, വടികൊണ്ട് അടിക്കുന്ന തരത്തിലുള്ള വേദന, ഷോക്ക് ഉണ്ടാക്കുന്ന പോലെ, അല്ലെ കുത്തുന്ന പോലുള്ള വേദന, പൊള്ളുന്ന വേദന. ഫുൾ ഓഫ് സ്റ്റിക്സ് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. ഗ്രേറ്റ് സഫറിങ് വിത്ത് ബ്ലൈൻഡ് ഹെമറോയിഡ്സ്. ഇന്റേണൽ ഹെമറോയിഡ്സ് ഉണ്ടായിട്ട് അതുകൊണ്ടുണ്ടാകുന്ന വല്ലാത്ത പ്രയാസം. ദ ഹെമറോയിഡൽ വെയിൻസ് ആർ ഓൾ ഡിസ്റ്റൻഡഡ് ആൻഡ് അൾസറേറ്റ്. ഹെമറോയിഡ്സ് ഉണ്ടായ രക്തക്കൊഴലുകളൊക്കെ വല്ലാതെ വലിഞ്ഞ് അവയൊക്കെ വ്രണങ്ങൾ വരുന്നു. അത്രത്തോളം ദുസ്സഹമായൊരവസ്ഥയായിരിക്കും ഈ ഇസ്ക്രസ് പേഷ്യൻ്റ് അനുഭവിക്കുക എന്ന് ആലോചിച്ച് നോക്കുക. ദ റെമഡീസ് ഓഫൺ സപ്പോസ് ടു ബി സ്യൂട്ടബിൾ ടു ഹെമറോയിഡ്സ് ദാറ്റ് ഡു നോട്ട് ബ്ലീഡ്. സാധാരണഗതിയിൽ രക്തവാർച്ച ഉണ്ടാകാത്ത ഹെമറോയിഡ്സിനാണ് ഇസ്ക്രസ് യോജിക്കുന്നത്. എങ്കിലും ബട്ട് ഇറ്റ് ക്യൂവേഴ്സ് ബ്ലീഡിങ് പൈൽസ് ഓൾസോ. രക്തവാർച്ച ഉണ്ടാക്കുന്ന പൈൽസിനെയും ഇസ്ക്രസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫൈൻഡ് ഇൻ ദ ടെക്സ്റ്റ് ഓവർ 2 pages ഡിവോട്ടഡ് ടു ദ സിംറ്റംസ് ഓഫ് ദ റെക്ടം. അപ്പോൾ മലാശയമായിട്ട് ബന്ധപ്പെട്ടുള്ള ലക്ഷണങ്ങൾക്ക് വേണ്ടി 2 പേജുകൾ മെറ്റീരിയ മെഡിക്കയിൽ മാറ്റിവെച്ചിരിക്കുന്നു. എത്രത്തോളം വൈവിധ്യമാർന്ന ലക്ഷണങ്ങളുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. അപ്പം അതിൻ്റെ ഒരു രത്നച്ചുരുക്കമാണ്, അതിൻ്റെ സത്തയാണ് കെൻഡിവിടെ നമുക്ക് തരുന്നത്. ഗ്രേറ്റ് സോർനെസ്, മച്ച് പെയിൻ, അർജിങ് ടു സ്റ്റൂൾ, ഡാർക്ക് സ്റ്റൂൾ ഫോളോഡ് ബൈ വൈറ്റ് വൺ. അപ്പോൾ വല്ലാതെ നൊമ്പരം, വല്ലാത്ത വേദന, മലം പോകാനുള്ളൊരു തോന്നൽ, ഇരുണ്ട നിറത്തിലുള്ള മലം വന്ന അവസാനം വെളുത്ത നിറത്തിൽ വന്ന് അവസാനിക്കും. ഷോയിങ് ദ ലിവർ എൻകോറേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു വെള്ള നിറത്തിൽ വരുമ്പോൾ അതിന് മനസ്സിലാക്കേണ്ടത് കരളിന് പ്രശ്നമുണ്ടായി, അത് വീക്കം വന്നു. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, സ്ഥായിയായിട്ടുള്ള മലബന്ധം. ദ ബാക്ക് ഈസ് ദ സീറ്റ് ഓഫ് മച്ച് ട്രബിൾ. അപ്പോൾ പിൻഭാഗമാണ് നിരവധി പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. പിൻഭാഗത്തിൻ്റെ കുറച്ച് വിശദമായിട്ട് എൻ്റെ പറയുന്നുണ്ട്. എസ്പെഷ്യലി ലോ ഡൗൺ ഇൻ ദ ബാക്ക്, പിന്നിൽ വളരെ താഴെയായിട്ട്, ഏറ്റവും താഴെ ത്രൂ ദ സാക്രം ആൻഡ് ഹിപ്സ്, ഇടുപ്പിൻ്റെ ഭാഗത്ത്. ഓൾദോ ദർ ഇസ് ഓൾസോ ഏക്കിംഗ് ഓൾ അലോങ് ദ ബാക്ക് ആൻഡ് പെയിൻ ഇൻ ദ ബാക്ക് ഓഫ് ദ നെക്ക്. അപ്പോൾ പിൻഭാഗത്തിൻ്റെ കീഴ്ഭാഗം എന്ന് പറഞ്ഞാലും കഴുത്തിൻ്റെ പിൻഭാഗം മുതൽ
പിൻഭാഗം നട്ടലിൻ്റെ ഭാഗം മുഴുവൻ പ്രശ്നമുണ്ട്. അത് സ്പെസിഫിക്കായിട്ട് ഓരോന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ലെന്ന് അർത്ഥം. ഇറ്റ് ഈസ് എ വെരി കോമൺ തിങ് ഫോർ പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഹെമറോയിഡ്സ് ടു ഹാവ് പെയിൻ ദ ബാക്ക് ഓഫ് ദ നെക്ക് ആൻഡ് ബേസ് ഓഫ് ദ ബ്രെയിൻ, basilar headaches, and when these hemorrhoidal patients undertake to walk, they have pain and aching across the sacrum into the hips. ഇതൊരു സവിശേഷമായ ഒരു അവസ്ഥയാണ് പറയുന്നത്. ഇതിൻ്റെ ശരീരശാസ്ത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഹെമറോയിഡ്സ് ഉണ്ടാകുന്നവർക്ക് പുറം വേദന ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമാണ്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കത് അറിയാൻ പറ്റുമായിരിക്കും. ഇനി തലച്ചോറിൻ്റെ കീഴ്ഭാഗത്ത്, ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത്, ബേസിൻ്റെ ഭാഗത്ത് വേദന, ആ ഭാഗത്ത് തലവേദന. ആൻഡ് വെൻ ദീസ് ഹെമറോയിഡൽ പേഷ്യൻസ് അണ്ടർടേക്ക് ടു വാക്ക്, ഈ ഇങ്ങനെയുള്ള ഹെമറോയിഡ്സുകൾ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇടുപ്പിൻ്റെ ഭാഗത്ത് ഒക്കെ വല്ലാതെ വേദന ഉണ്ടാവും. നടക്കാൻ നേരത്ത് മുതുകിലും ഇടുപ്പിൻ്റെ ഭാഗത്തുമൊക്കെ വേദന ഉണ്ടാകും. എങ്ങനെയാണ്? ഈ ഹെമറോയിഡൽ ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക്. ഇനി ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്, ദിസ് പെയിൻ ത്രൂ ദ സാക്രം ആൻഡ് ഇൻ ടു ദ ഹിപ്സ് when walking is a striking feature of aesculus. ഏസ്കുലസിൻ്റെ വളരെ സവിശേഷമായ ലക്ഷണമാണ് ഈ ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള, സാക്രത്തിൻ്റെ ഭാഗത്തുള്ള ആ വേദന, അത് നടക്കാൻ നേരത്തുള്ള വേദന, അത് വളരെ സവിശേഷമായ ലക്ഷണമാണ്. സോ സ്ട്രൈക്കിംഗ് ദാറ്റ് യു മേ എക്സ്പെക്ട് ടു പ്രസൻറ്റ് ഈവൻ വെൻ ദർ ആർ നോ ഹെമറോയിഡ്സ്. ഹെമറോയിഡ്സ് ഇല്ലാത്തപ്പോൾ പോലും ഏസ്കുലസ് രോഗികൾ ഈ ഒരു വേദനയെക്കുറിച്ച് പറയും. കോൺസ്റ്റന്റ് ഡൾ ബാക്ക് ഏക്ക്, വാക്കിംഗ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. നടക്കാനവർക്ക് തീരെ പറ്റാത്ത തരത്തിലുള്ള പുറം വേദന. സ്കേഴ്സ്ലി ഏബിൾ ടു റൈസ് ഓർ വാക്ക് ആഫ്റ്റർ സിറ്റിംഗ്. ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാനോ നടക്കാനോ പറ്റില്ല അവർക്ക്. യു വിൽ സീ വൺ സഫറിംഗ് ഫ്രം ഏസ്കുലസ് ബാക്ക് ഏക്ക് ഓൺ അറ്റംപ്റ്റ് ടു റൈസ് ഫ്രം സിറ്റിംഗ് മേക്ക് മെനി പെയിൻഫുൾ എഫേർട്സ് ബിഫോർ ഹി ഫൈനലി സക്സീഡ്സ്. ഏസ്കുലസിൻ്റെതായിട്ടുള്ളൊരു പുറം വേദന, നടുവേദന അല്ലെങ്കിൽ തണ്ടൽ വേദന എന്നൊക്കെ പറയുന്ന പ്രയാസം അനുഭവിക്കുന്നവർ ഒന്ന് ഇരുന്നിരുന്ന് എഴുന്നേക്കാൻ എത്രത്തോളം പ്രയാസപ്പെടും. പലതവണ ശ്രമിച്ച ശേഷമേ അവർക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ. അത്രത്തോളം പ്രയാസമാണ് ഇരുന്നിരുന്ന് എഴുന്നേക്കാനും നടക്കാനും. ദിസ് ഈസ് ഫൗണ്ട് ഇൻ സൾഫർ, പെട്രോളിയം ആൻഡ് ഓൾസോ ക്യൂർഡ് ബൈ അഗാരിക്കസ്. അപ്പോൾ സൾഫറുമായിട്ട് സാദൃശ്യം, പെട്രോളിയമായിട്ട് സാദൃശ്യം, അഗാരിക്കസുമായിട്ട് സാദൃശ്യം. നമ്മൾ അടുത്തതായിട്ട് അഗാരിക്കസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏസ്കുലസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഓഫൻ ടൈംസ് ഇൻ ട്രബിൾസ് ഓഫ് വുമൺ വിത്ത് ഗ്രേറ്റ് ഡ്രാഗിങ് പെയിൻ ഇൻ ദ പെൽവിസ്. ഇടുപ്പിൻ്റെ ഭാഗത്ത് കീഴേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകുന്ന, അതിൻ്റെ ഉള്ളിലുള്ള ഗർഭാധാരം മറ്റുമൊക്കെ താഴേക്ക് വലിഞ്ഞു പോകുന്ന പ്രയാസത്തോടുകൂടിയ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഏസ്കുലസ് പലപ്പോഴും സൂചിപ്പിക്കപ്പെടും. മെനി എ ടൈംസ് ഏസ്കുലസ് ക്യൂവേഴ്സ് ദ ഡ്രാഗിങ് ഡൗൺ പെയിൻ ഓഫ് ദ പെൽവിസ് വിത്ത് കോപ്പിയസ് ലുക്കോറിയ ആൻഡ് പ്രസ്സിംഗ് പെയിൻ ദ ഹിപ്സ് വെൻ വാക്കിംഗ്. ഇടുപ്പിൻ്റെ ഭാഗത്ത് താഴേക്ക് വലിഞ്ഞു പോകുന്ന വേദനയോടൊപ്പം തന്നെ വല്ലാതെയുള്ള വെള്ളപോക്കും, നടക്കാൻ നേരത്ത് ഹിപ്സിൽ പ്രസ്സിങ്, ഞെക്കുന്ന ഉള്ള വേദനയും. പ്രസ്സിംഗ് പെയിൻ ദ ഹിപ്സ് എന്നുള്ളത് വൺ വാക്കിംഗ് എന്നുള്ളത് ഇറ്റാലിക്സ് ആണ്. ദ വുമൺ ഫീൽസ് ദാറ്റ് ദ യൂട്രസ് ഈസ് എൻകോറേജ്. ഗർഭപാത്രം വല്ലാതെ വീർത്ത് വലുതായി എന്നൊക്കെ തോന്നുന്നു. ഷീ സേസ് ദാറ്റ് ദ ലോവർ പാർട്ട് ഓഫ് ദ അബ്ഡമൻ ഫീൽസ് ഫുൾ ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസ്ട്രേഷൻ. ആർത്തവത്തിന് മുൻപും ആർത്തവ സമയത്തും അടിവയറ് നിറഞ്ഞ് വിങ്ങി നിൽക്കുന്ന പോലെ തോന്നല്. There is much suffering in this time with pains in the hips. അപ്പോൾ ഈ സമയത്ത് ആർത്തവത്തിന് മുൻപും ആർത്തവ സമയത്തും ഹിപ്സിൽ വല്ലാത്ത വേദന. ഇനി കൊട്ടേഷനാണ് ഇറ്റാലിക്സിൽ. ഈ കൊട്ടേഷനാണുള്ളത്, യൂട്രൈൻ സോർനസ് വിത്ത് ത്രോബിങ് ഇൻ ദ ഹൈപ്പോഗാസ്ട്രിയം. ഗർഭപാത്രത്തിൻ്റെ ഭാഗത്തുള്ള നൊമ്പരവും അടിവയറിൻ്റെ മധ്യഭാഗത്ത് വിങ്ങലും. വീണ്ടും കൊട്ടേഷനാണ്. ഓൾഡ് കേസ് ഓഫ് ലുക്കോറിയ, ഡിസ്ചാർജ് ഓഫ് എ ഡാർക്ക് യെല്ലോ കളർ, തിക്ക് ആൻഡ് സ്റ്റിക്കി. വെള്ളപോക്കിൻ്റെ പഴകിയ ഒരവസ്ഥ, ഡാർക്ക് യെല്ലോ, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള ഡിസ്ചാർജ്, ഇരുണ്ട മഞ്ഞ നിറം, ഏകദേശം ബ്രൗണിഷ് എന്ന് വിചാരിക്കാം. കട്ടിയുള്ളത്, ഒട്ടുന്നത്, സ്പർശിക്കുന്ന വസ്ത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിൽ. വീണ്ടും കൊട്ടേഷനാണ്. ലുക്കേറിയ വിത്ത് ലെയിംനെസ് ഇൻ ദ ബാക്ക് അക്രോസ് സാക്രോലിയാക് ആർട്ടിക്കുലേഷൻസ്. അപ്പോൾ വെള്ളപോക്കിൻ്റെ അവസ്ഥ, അതിനോടൊപ്പം എന്താ ഉള്ളത്? ഇനി ഇറ്റാലിക്സിലാണ് പറയുന്നത്, ലെയിംനെസ് ഇൻ ദ ബാക്ക് അക്രോസ് സാക്രോലിയാക് ആർട്ടിക്കുലേഷൻസ്. ഇടുപ്പിൻ്റെ ഭാഗത്ത് ആ ഷോക്ക് അബ്സോർബർ പോലത്തെ ഭാഗം, കാലിൻ്റെ അസ്ഥികളും ഇടുപ്പുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഭാഗത്ത് അവിടെ ശക്തി കുറഞ്ഞൊരവസ്ഥ, പിൻഭാഗത്ത് ശക്തി കുറഞ്ഞൊരവസ്ഥ. അപ്പോൾ കാലിനെയൊക്കെ അത് ബാധിക്കും, ബോഡി വെയ്റ്റിന് ശരിയായി താങ്ങാൻ പറ്റാതെ വരും. അതിനോടൊപ്പം വെള്ളപോക്കം വരുന്നൊരവസ്ഥ.
During pregnancy, there are many complaints with soreness and fullness and uneasy consciousness of the uterus. Uneasy consciousness of uterus. ഗർഭാത്രം ഉണ്ടെന്നുള്ള തോന്നൽ, അന്തരവയവമാണ് ഉണ്ടെന്ന് തോന്നാൻ പാടില്ലാത്തതാണ് അവിടെ തോന്നുന്നു. അതിനോടൊപ്പം ഒരു അണീസി തോട്ടാണ്. ഫുൾനെസ്, സോർനെസ് ഒക്കെ ഉണ്ട്. പ്രഗ്നൻസിയുടെ സമയത്ത് നിറഞ്ഞിരിക്കുന്നു, നൊമ്പരം, ഗർഭാത്രം ഉണ്ട് എന്നുള്ള തോന്നൽ, അക്രോസ് ദ ബാക്ക്, പെയിൻ അക്രോസ് ദ ബാക്ക് വെൻ വാക്കിംഗ്, നടക്കാൻ നേരത്ത് പിൻഭാഗത്ത് നടുഭാഗത്തൊക്കെ വേദന, നടക്കാൻ നേരത്ത് എക്സ്ക്രസ് പേഷ്യൻ്റ് വലിയ പ്രയാസങ്ങളാണെന്ന് അർത്ഥം. എക്സ്ക്രസ് ഇസ് ഫുൾ ഓഫ് ഗോട്ടി സഫറിങ്സ്. ഗോട്ടി സഫറിങ്സ് ഡാലിസാണ് വാദസംബന്ധമായ പ്രശ്നങ്ങൾ. ഗോട്ട് ഇൻ ഓൾ ദ ജോയിൻസ്, ഗോട്ടി റൊമാറ്റിക് അഫക്ഷൻസ്, ന്യൂറാൾജിക് അഫക്ഷൻസ്. ഈ എല്ലാ സന്ധികളിലും എല്ലാ ജോയിൻസിലും ഗോട്ടി റൊമാറ്റിക് അഫക്ഷൻസ്, വാദസംബന്ധമായ പ്രയാസങ്ങൾ, നാഡീസംബന്ധമായ പ്രശ്നങ്ങളെല്ലാം കൂടി ചേർന്ന് വരുന്നു. എസ്പെഷ്യലി ഈസ് ദിസ് റൊമാറ്റിക് ടെൻഡൻസി ഫോൺ ഫ്രം ദ എൽബോസ് ടു ദ ഹാൻഡ്സ്. എൽബോ മുതൽ കൈവരെയാണ് ഈ റൊമാറ്റിക് ടെൻഡൻസി പലപ്പോഴും കാണുന്നത്. ആൻഡ് ഇൻ ദ ഫോർ ആം ആൻഡ് ഹാൻഡ്സ്, തോളല് മുതൽ ഇങ്ങോട്ട് കൈവരെ ഈ വാസംബന്ധമായ വേദനയുണ്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ അർത്ഥം. റെൻഡിങ്, ടിയറിങ് പെയിൻസ്, ഫ്ലൈയിങ് ഹിതർ ആൻഡ് നിതർ വിത്തൗട്ട് എനി പർട്ടിക്കുലർ ഓർഡർ. പ്രത്യേകിച്ച് ക്രമം, നേരത്തെ ഫ്ലൈയിങ് പെയിൻ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ വേദന ഉണ്ടെന്ന് അർത്ഥം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വേദന. ചില ആളുകൾ പറയും വേദനയുടെ ഇരുപരി സഞ്ചാരം എന്നൊക്കെ പറയില്ല, ആ ഒരവസ്ഥ. ഭയമുള്ളവരൊക്കെ മുൻ തലമുറയിലുള്ളവർ പറയുന്നത് പരാതിയാണ്. ഈ വേദന അവിടെ ഇവിടെ സഞ്ചാരം, നീരിറക്കം എന്നൊക്കെ, പായുന്ന വേദന, അവിടെ വേദന എന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഡോക്ടർമാരിതൊന്നും ശ്രദ്ധിക്കില്ല. അതൊക്കെ നിങ്ങളെ തോന്നലാണെന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അവരുടെ രോഗവിജ്ഞാനിയും അനുസരിച്ച് അതേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഹോമിയോപ്പതിയിൽ കൃത്യമായിട്ട് ആ രോഗികൾ പറയുന്ന ആ ഭാഷ, അതിന് തക്കതായ റെസ്പോൺസ് നമ്മളുടെ മെറ്റീരിയൽ മെഡിക്കലുണ്ട്. അത് ഹോമിയോപ്പതിയുടെ ഒരു മഹത്വമാണത്. ഇനി അതിൻ്റെ മൊഡാലിറ്റി ആൻഡ് റിലീവ്ഡ് ബൈ ഹീറ്റ്, ചൂട് കൊണ്ടത് ശമിക്കുന്നു. വെരിക്കോസ് വെയിൻസ് ഓഫ് ദ തൈസ് ആൻഡ് ലെഗ്സ് ഹാവ് ബീൻ ക്യൂർ ബൈ എസ്കുലസ്. തുടകളിലും കാലുകളിലുമുള്ള വെരിക്കോസ് വെയിൻസ് എസ്കുലസ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു താരതമ്യമുണ്ട് ബ്രാക്കറ്റിൽ ഫ്ലോറിക് ആസിഡ്. ഈ കാര്യത്തിൽ തുടയിലെയും കാലിലെയും വെരിക്കോസ് വെയിൻസിൽ ഫ്ലോറിക് ആസിഡിനെ കുറിച്ചുകൂടി ചിന്തിക്കാം. ദിസ് വെരിക്കോസ് ടെൻഡൻസി എസ്കുലസിൽ പറയുന്നതാണ്. വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇൻ ദ ബോഡി വി ഹാവ് ഓൾറെഡി സീൻ ഇസ് എ സ്ട്രൈക്കിംഗ് ഫീച്ചർ ഓഫ് എസ്കുലസ്. എസ്കുലസിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു സ്വഭാവമാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാക്കൽ. നിരവധി വർഷങ്ങളിലുണ്ട് എസ്കുലസും അതിൽ ശ്രദ്ധേയമായ രീതിയിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. ഒരു പ്രധാനപ്പെട്ട സൂചന, ആഫ്റ്റർ ദ സോർ ത്രോട്ട് ഹാസ് പാസ്ഡ് അവേ, തൊണ്ടയിലൊരു കിരികിരിപ്പ് വന്ന് പോയിട്ട് എൻഗോർജ്ഡ് വെയിൻസ് ആർ ലെഫ്റ്റ്, രക്തക്കൊഴുകൾ വീർത്ത് വരുന്നൊരവസ്ഥ ബാക്കി നിൽക്കുന്നു. വിച്ച് എസ്കുലസ് സംടൈംസ് ക്യൂർ. ഈ ഒരവസ്ഥയെ ചിലപ്പോൾ എസ്കുലസ് സുഖപ്പെടുത്തും, മറ്റു ഔഷധങ്ങളുണ്ട്. ഇനി അതേപോലെ മറ്റൊരവസ്ഥ, ആഫ്റ്റർ ഐ ട്രബിൾസ് ഹാവ് ബീൻ ക്യൂവേർഡ് വെരിക്കോസ് വെയിൻസ് റിമെയിൻ ഇൻ ദ ഐസ്. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ സുഖപ്പെടുത്തിയ ശേഷം കണ്ണിലെ രക്തക്കൊഴലുകൾ വീർത്തിരിക്കുന്നൊരവസ്ഥ ബാക്കി നിൽക്കുന്നു. ഇതൊക്കെ എസ്കുലസിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന കാര്യങ്ങളാണ്. ഇത് റൊമാറ്റിക് കംപ്ലയിൻസ് ദർ ആർ വെരിക്കോസ് വെയിൻസ്. വാദ സംബന്ധമായ പ്രശ്നങ്ങളോട് ചേർന്ന് വെരിക്കോസ് വെയിനും വരുന്നു. It is one of the most frequently indicated remedies in the hemorrhoidal constitution. ഹെമറോയിഡ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രവണത ആ വ്യക്തിത്വത്തിന് സ്ഥായിയായിട്ടുള്ള ഒരു വ്യക്തിത്വം, ആ ഒരു അവസ്ഥ, അതാണ് ഹെമറോയിഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൽ എസ്കുലസ് പലപ്പോഴും സൂചിപ്പിക്കപ്പെടും ആസ് ഇറ്റ് യൂസ് ടു ബി കോൾഡ്. അപ്പോൾ ഹെമറോയിഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ആസ് ഇറ്റ് യൂസ് ടു ബി കോൾഡ് അങ്ങനെ പലരും വിളിക്കുന്നു. ആ വിളിക്കുന്ന കാര്യത്തെ താനും അങ്ങനെ പറയുന്നതേ ഉള്ളൂ, അല്ലാതെ ഹെമറോയിഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. അങ്ങനെ ആ ഒരു തെറ്റായ പ്രയോഗത്തെ തിരുത്തിക്കൊണ്ടാണ് എൻ്റെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിരവധി പ്രധാനപ്പെട്ട സൂചനകൾ എസ്കുലസിൻ്റെ വളരെ വിജയകരമായ ബുദ്ധിപൂർവകമായ പ്രയോഗത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒത്തിരി സൂചനകൾ കെണ്ട് നമുക്ക് തന്നു കഴിഞ്ഞു. അതുപോലെ വിലപ്പെട്ട നിരവധി താരതമ്യങ്ങൾ തന്നു കഴിഞ്ഞു. ചില രോഗാവസ്ഥകളുടെ ആന്തരിക രഹസ്യങ്ങൾ, ചില ലക്ഷണങ്ങളുടെ യഥാർത്ഥ വസ്തുതകൾ
അതൊക്കെ കെൻഡിയുടെ വിശദീകരിച്ചു തന്നു. മെഡിക്കൽ ഫിലോസഫിയും ഹോമിയോപ്പതിക് ഫണ്ടമെൻ്റൽ തിയറിയും എല്ലാം ചേർന്ന് വന്ന വളരെ മനോഹരമായ ഒരു അധ്യായമായിരുന്നു ഇത്. നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇതൊക്കെ എടുത്ത് വീണ്ടും വായിക്കുക, പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഈ ലെക്ചേഴ്സിൽ അത് നിങ്ങൾക്ക് കേൾക്കാം. ഈ പരമ്പര ഇത് അവസാനിച്ച ശേഷം ഓരോ ഔഷധത്തിൻ്റെയും എപ്പിസോഡ്സ് ചേർത്ത് പ്ലേലിസ്റ്റ് തയ്യാറാക്കി വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് ഒരു ഔഷധത്തിൻ്റെ ഫുൾ ലെക്ചർ നിങ്ങൾക്ക് കേൾക്കാൻ അപ്പോഴേക്കും അവസരമുണ്ടാകും. നമുക്ക് അടുത്ത എപ്പിസോഡ് മുതൽ അഗാരിക്കസ് എന്നുള്ള അധ്യായം ആരംഭിക്കാം. ഇവിടെ നമ്മളതിൻ്റെ താരതമ്യം കണ്ടതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.